ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 245/2023 ആ കാറ്റഗറി നമ്പർ എക്സാമാണ്. ആ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. ഓരോ ചോദ്യങ്ങളും വായിച്ച് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം മനസ്സിലാക്കുക. നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുന്നുണ്ട്, ഉത്തരം അടയാളപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം വായിക്കാനുള്ള ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ കേട്ടോ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ. ഇത് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. നമുക്ക് ഓരോ ചോദ്യവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ കേട്ടോ. ബീഗം ഹസ്രത്ത് മഹലാണ്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? പ്ലേഗ് ബോണസ് ആണ് കേട്ടോ. പ്ലേഗ് ബോണസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആറാമത്തത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ആറാമത്തത്. ഏഴാമത്തെ ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണി കേട്ടോ. വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? വിദ്യാപോഷിണിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 140 കേട്ടോ. 140 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യമാണ്, സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള കേട്ടോ. CP ഗോവിന്ദപിള്ള ആദ്യ പത്രാധിപരാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആദ്യത്തെയല്ല, CP ഗോവിന്ദപിള്ളയാണ് ആദ്യത്തെ പത്രാധിപർ കേട്ടോ. CP ഗോവിന്ദപിള്ള. പത്താമത്തെ ചോദ്യം, മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രക്ഷോഭം ഏത്? നമുക്കറിയാം, ചന്നാർ ലഹളയാണ് കേട്ടോ. ചന്നാർ ലഹളയാണ് കേട്ടോ. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ചന്നാർ ലഹളയാണ്. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആരാണ്? തലക്കൽ ചന്തു കേട്ടോ. തലക്കൽ ചന്തുവാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴത്തുക എത്രയാണ്? 250 രൂപ. ഓപ്ഷൻ എ ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഖേന കേട്ടോ. സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഖേനയാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 14ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആര്? ലാലാ ലജ്പത് റായ് കേട്ടോ. ലാലാ ലജ്പത് റായ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഏതാണ്? രാഷ്ട്രപതി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതി. 16ാമത്തെ ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ലാഹോർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86 കേട്ടോ. 86. ഓപ്ഷൻ ബി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 19ാമത്തെ ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1.
ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം, ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഇതിൽ ഏതാണ്? 1ഉം 2ഉമാണ് ശരി കേട്ടോ. ആദ്യത്തെ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. മൂന്നാമത്തെ എന്താണ്? തെറ്റാണ്. 20ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതിയാണ് NCERT, അതേപോലെ തന്നെ മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR എന്നുള്ളത് തെറ്റാണ് കേട്ടോ. കൂട്ടത്തിൽ ചേരാത്തതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 21, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാഡ് എന്ന് പറയും. നബാഡ് കേട്ടോ. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? നബാഡ് ആണ്, ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏതാണ്? ഗാട്ട് കേട്ടോ. ഗാട്ട്, GAAT, ഗാട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക കേട്ടോ. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്കയാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ കേട്ടോ. ഓപ്ഷൻ ബി ഡെറാഡൂൺ. 26ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ കേട്ടോ. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല കേട്ടോ. കുറിഞ്ഞിമല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1 കേട്ടോ. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? കോട്ടോണോപോളിസ് മുംബൈ. ഓപ്ഷൻ സി മുംബൈ. 31, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? കല്ലടയാർ കേട്ടോ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തതാണ് കല്ലടയാർ. ഓപ്ഷൻ ബി ആണ്. 32ാമത്തെ ചോദ്യം, മലനാട് ഇല്ലാത്ത ജില്ല ഏത്? ആലപ്പുഴ കേട്ടോ. മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. ഓപ്ഷൻ സി ആണ് ആൻസർ. 33, പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം ഏതാണ്? 22-35 ചതുരശ്ര കിലോമീറ്റർ. കിമി. 22-35 ചതുരശ്ര കിലോമീറ്ററാണ് പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം കേട്ടോ. അടുത്ത ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത NH 544 കേട്ടോ. NH 544 ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ കേട്ടോ. 36ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ എങ്ങനെ അറിയപ്പെടുന്നു? കാൽ ബൈശാഖി കേട്ടോ. കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ കാൽ ബൈശാഖിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏത്? പൂക്കോട് തടാകം കേട്ടോ. ഓപ്ഷൻ സി പൂക്കോട് തടാകം. വയനാടാണ് കേട്ടോ. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. ഓപ്ഷൻ
സി ആണ്. 38ാമത്തെ ചോദ്യം, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ജസ്പ എന്നാണ് പേര്. ജസ്പ. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? ജസ്പയാണ് കേട്ടോ, ജസ്പ. 39ാമത്തെ ചോദ്യമാണ് അടുത്തത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? ഇപ്പോൾ സജി ചെറിയാനാണ് കേട്ടോ. ഫിഷറീസ് സജി ചെറിയാനാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഗോദാവരി കേട്ടോ. ഓപ്ഷൻ എ ഗോദാവരിയാണ്. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്ത ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ടെന്ന് ചോദിച്ചാൽ 12%. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. 43, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏത്? സ്വരാജ് ട്രോഫി കേട്ടോ. ഓപ്ഷൻ എ സ്വരാജ് ട്രോഫിയാണ്. 44ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ. അത് ശരിയാണ്. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 അത് 1ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 45ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഇതിൽ 1, 2, 3 ഇത് 3 എന്താണ്? ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. 4ാമത്തത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 1, 2, 3 ശരിയാണ്. 4ാമത്തതാണ് തെറ്റാണ് കേട്ടോ, ഓർത്തിരിക്കുക. 46ാമത്തെ ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെയാണ്? ഇസ്രായേൽ കേട്ടോ, ഇസ്രായേൽ. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഇസ്രായേലാണ്. 47ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ ഇംഗ്ലണ്ട് കേട്ടോ. ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. 48ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ, ഇത്രയും അടങ്ങിയതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 49ാമത്തെ ചോദ്യം, ആരുടെ നോവലാണ് വല്ലി? ആരുടെയാണ്? ഷീല ടോമി. ആരുടെയാണ്? ഷീല ടോമിയാണ്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ആരാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ആരുമല്ല കേട്ടോ, ഇതൊന്നുമല്ല കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 51ാമത്തെ ചോദ്യം, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടക. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടക. 52ാമത്തെ ചോദ്യം, ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ 1, 3, 4 അതായത് രണ്ടാമത്തെന്താണ്? തെറ്റാണ്. 1, 3, 4 ഇത് ശരിയാണ് കേട്ടോ. ജിമ്മി ജോർജ് വോളിബോൾ, അതേപോലെ ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്, ഇത്രയും ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 53,
കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? മാങ്ങ കേട്ടോ, ഓപ്ഷൻ ബി മാങ്ങ. 54-ാമത്തെ ചോദ്യം, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏത്? മാംസഭുക്ക് കേട്ടോ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? മാംസഭുക്കാണ്, മാംസഭുക്ക്. 55-ാമത്തെ ചോദ്യം, ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത്? ജീവകം ഡി കേട്ടോ, ജീവകം ഡി. 56, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർവണകം കേട്ടോ, ചർവണകം. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർവണകം. ഓപ്ഷൻ സി ആണ് ആൻസർ. 57, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏത്? ഇരവികുളം. ഓപ്ഷൻ ബി ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏതാണ്? ടോക്കോഫിറോൾ കേട്ടോ, ഏതാണ്? ടോക്കോഫിറോൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. 59-ാമത്തെ ചോദ്യം, മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏതു ഗുണം പരിശോധിക്കാനാണ്? ഏതാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കാൻ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. 60-ാമത്തെ ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പ്. ഓപ്ഷൻ ബി വെളുപ്പ്. 61, നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓപ്ഷൻ എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. 62-ാമത്തെ ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിനാണ്? ഓപ്ഷൻ ഡി 5 കേട്ടോ. 5 pH വരുന്നതിനാണ് കുമ്മായം ചേർക്കേണ്ടത് കേട്ടോ. 5. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 63-ാമത്തെ ചോദ്യം, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2 മാത്രം ശരിയാണ് കേട്ടോ. 1, 2 മാത്രമാണ് ശരിയാണ് കേട്ടോ. 1, 3-ാമത്തതാണ് തെറ്റാണ്. 64-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദ്വലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാചലനം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1, 2 ശരിയായത്. 3-ാമത്തതാണ് തെറ്റാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്, 3-ാമത്തത് തെറ്റാണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നതാണ് ഓപ്ഷൻ ബി. 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 65-ാമത്തെ ചോദ്യം, 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തിയാണ് ആര്? വാലി ഫങ്ക് കേട്ടോ, വാലി ഫങ്ക്. 66-ാമത്തെ ചോദ്യം, ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഏതാണ്? വ്യാഴം കേട്ടോ, വ്യാഴമാണ്. 67-ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? പെൺ ഈഡിസ് കൊതുക് കേട്ടോ, പെൺ ഈഡിസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 68-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. DPT വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ്, അഡ്രിനാലിൻ ഹോർമോൺ. ഏതാണ്? ഒറ്റപ്പെട്ടതാണ് AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ് എന്നുള്ളതാണ് കേട്ടോ. AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ് എന്നുള്ളത്. 69-ാമത്തെ ചോദ്യം, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? വിറ്റമിൻ കെ. ഏതാണ്? വിറ്റമിൻ കെയുടെയാണ്. 70-ാമത്തെ ചോദ്യമാണ്, നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സ് കേട്ടോ. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? കോളറ. ഓപ്ഷൻ സി
കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഏതാണ്? കോർണിയ. ഓപ്ഷൻ ഡി കോർണിയ. അടുത്ത ചോദ്യം, ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതാണ്? മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാം, അതായത് മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഉണ്ടാകും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 74-ാമത്തെ ചോദ്യമാണ് അടുത്തത്. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അർബുദം. ഏതാണ്? അർബുദം. 75-ാമത്തെ ചോദ്യം, വിളർച്ച അഥവാ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ്? ഇരുമ്പ്. കേട്ടോ, ഓപ്ഷൻ ബി ഇരുമ്പ്. 76-ാമത്തെ ചോദ്യം, കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? 2008. ഏതാണ്? 2008. 77-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതെന്നാണ്? വൈറ്റമിൻ എയുടെ കുറവാണ് കേട്ടോ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ മിക്ക കുട്ടികൾക്കും നിശാന്തത അനുഭവപ്പെടുന്നത് കേട്ടോ, ഉണ്ടാവുന്നത്. 78, കേരള ഗവൺമെൻറ് ആരോഗ്യരംഗത്തെ 78-ാമത്തെ ചോദ്യം, കേരള ഗവൺമെൻറ് ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രി കേട്ടോ. മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. മൂന്നാമതായി വരുന്നതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. 79-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? കേരളം. ഏതാണ്? കേരളമാണ്. അടുത്ത 80-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എന്ന് പറയും എത്രയാണ്? 18.5 to 24.9 kg/m². ഇതാണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ.